ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭഗവത്ഗീത സാഖ്യയോഗം ചാപ്റ്റർ 2 31 വരെ ശ്ലോകങ്ങൾ നമ്മൾ നോക്കിയതാണ്. ഇനി 32, 33 ശ്ലോകങ്ങൾ നോക്കാം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അർജുനൻ്റെ ആ മനോനിലയെ ഉയർത്തുന്ന ഒരു രംഗമാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ കണ്ടത്. അതുതന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അർജുനനോട് ഭഗവാൻ പറയുന്നു, നീ നിൻ്റെ ധർമ്മം അനുഷ്ഠിക്കണമെന്ന്. ഓരോരുത്തർക്കും ഒരു ധർമ്മമുണ്ട്. അച്ഛൻ വീട്ടിലാണെങ്കിൽ, നമ്മുടെ വീട്ടിലാണെങ്കിൽ അച്ഛൻ ചെയ്യേണ്ട കുറേ നല്ല കാര്യങ്ങളുണ്ട്, അമ്മ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അമ്മയാണ് കുട്ടികളെ പരിപാലിക്കുന്നത് ഒക്കെ. അത് നേരെ നടത്താത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വരുന്ന എന്തെല്ലാം വൈകല്യങ്ങൾ, വൈകൃതാവസ്ഥ, അതൊക്കെ നല്ല ഒരു കുട്ടികളെ ഗൈഡ് ചെയ്യാൻ അറിയാത്തതിൻ്റെ ഒരു ദോഷമാണ്. ഈ കുട്ടികളാണ് വലുതാവുമ്പോൾ യുവാക്കളായിട്ടുമൊക്കെ നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ടവർ. അപ്പോൾ 32, 33 ശ്ലോകങ്ങൾ വായിക്കാം. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം അത് ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. ഇതാണ് 32, 33 ശ്ലോകങ്ങൾ. അപ്പോൾ പറയുന്നു, 32ാമത്തെ ശ്ലോകം പറയുന്നു, ഹേ പാർത്ഥ. പാർത്ഥ അതായത് പൃഥയുടെ പുത്രൻ, അതാണ് പാർത്ഥൻ. അപ്പോൾ പറയുന്നു, കുന്തി പുത്രനായ അർജുന, എതിർച്ഛയ ഉപപന്നം, അതായത് എതിർച്ചയായിട്ട് കിട്ടിയ, അതായത് വന്നു ചേർന്നതായിട്ടുള്ള അപാവൃതം സ്വർഗദ്വാരം ച, തുറന്ന സ്വർഗവാതിൽ, സ്വർഗദ്വാരം അത് അപാവൃതം തുറന്നതായിട്ടുള്ള ഈ ദൃശം യുദ്ധം. അപ്പോൾ ഇതുപോലുള്ള ഒരു യുദ്ധം, ഈ ദൃശം ഇതുപോലുള്ള യുദ്ധം ധർമ്മയുദ്ധം, ഇതുപോലുള്ള ധർമ്മയുദ്ധം സുഖിന ക്ഷത്രിയ ലഭന്തേ, ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്കേ കിട്ടും. കാരണം ക്ഷത്രിയ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല ഒരു ഭരണാധികാരി യുദ്ധം ചെയ്ത് തൻ്റെ രാജ്യത്തെ മറ്റ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതാണ്. അതാണ് ക്ഷത്രിയ ധർമ്മം. അപ്പോൾ രാജാവിൻ്റെ ധർമ്മമാണ് നല്ല യുദ്ധങ്ങൾ ചെയ്യുക എന്നുള്ളത്, അതും ധർമ്മയുദ്ധങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പറയുന്നു, അല്ലയോ അർജുന, നീ ധർമ്മയുദ്ധം ചെയ്യണം, അത് നിനക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത് തുറന്ന സ്വർഗവാതിൽ പോലെ, അതായത് ക്ഷത്രിയൻ എന്ന് പറയുന്ന ഒരു ജാതിയല്ല. ക്ഷത്രിയൻ എന്ന് പറയുന്നത് നമ്മളെ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ 4 വർണ്ണങ്ങൾ പറയും: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതിൽ ഈ നാടിനെ രക്ഷിക്കുകയും നാട് ഭരിക്കുകയും ചെയ്യുന്ന, ഇപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞാൽ മന്ത്രിമാർ, അതുപോലെ അങ്ങനെ നാട് ഭരിക്കുന്നവർ, അവരൊക്കെ ക്ഷത്രിയൻ്റെ ആ ഒരു കാറ്റഗറിയിലാണ് ഇന്നത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ പറയുന്നു, അവർ ധർമ്മമാണ് ഫോളോ ചെയ്യേണ്ടത്. ധർമ്മം ഇല്ലെങ്കിൽ അവർക്ക് ഒരിടത്തുനിന്നും സംരക്ഷണം കിട്ടില്ല. അവർ ചെയ്യുന്ന എല്ലാം പാളിപ്പോകും. അതാണ് നമ്മളിന്ന് കാണുന്നത്. ചില ഭരണാധികാരികൾ എന്തെല്ലാം നല്ലത് ചെയ്താലും ധർമ്മം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഒരു നല്ല പേരോ ഒന്നും കിട്ടില്ല. അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു പോകുമെന്നേ ഉള്ളൂ. നല്ല ഒരു പേരും നല്ല ഒരു ആളുകളുടെ ഹൃദയത്തിൽ അവർ ഇടം പിടിക്കണമെങ്കിൽ അത് ധർമ്മത്തിൻ്റെ മാർഗത്തിലായിരിക്കണം. ആ മാർഗം വ്യതിചലിച്ചാൽ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പും ഇപ്പോഴും ഇനി വരുന്ന വർഷങ്ങളിലും ഇതുതന്നെയാണ് അതിൻ്റെ റിസൾട്ട്. അത് എന്താ പറയുക, അത് പ്രകൃതി നിയമമാണത്. അപ്പോൾ പറയുന്നു, നീ ഭീരു ആവാൻ പാടില്ല. ക്ഷത്രിയർ നിരുത്സാഹികളാവരുത്, ഉത്സാഹമില്ലാത്തവരാവരുത്, ഉദാസീനരാവരുത്, ഭീരു ആവരുത്. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയായിരിക്കണം ഒരു ക്ഷത്രിയൻ യുദ്ധം ചെയ്യേണ്ടത്. അപ്പോൾ പറയുന്നു, സ്വന്തം ദേശത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ധർമ്മയുദ്ധത്തിൻ്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് അർജുന, നീ ഈ ധർമ്മയുദ്ധം ചെയ്യണം. എന്നിട്ട് നീ നിൻ്റെ ഈ രാജ്യത്തെ നീ രക്ഷിക്കണം. നീ അതിനുവേണ്ടി എൻ്റെ മനസ്സിനെയും നീ സജ്ജമാക്കണം എന്നാണ്
കൃഷ്ണൻ ഉപദേശിക്കുന്നത്. അപ്പോൾ പറയുന്നു, അപ്പോൾ ധർമ്മരക്ഷകരായ ക്ഷത്രിയർക്ക്, അപ്പോൾ ക്ഷത്രിയരുടെ എന്താ പറയുക, ധർമ്മം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ രക്ഷിക്കുക. ധർമ്മയുദ്ധമാണ് അവർക്ക് തുറന്ന സ്വർഗവാതിൽ. അതായത് സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് ധർമ്മയുദ്ധം ചെയ്യണം. അപ്പോൾ നല്ല യുദ്ധം ചെയ്യുന്നവർക്ക് സ്വർഗം നിശ്ചയമാണ് എന്നാണ് പറയുന്നത്. അതിനർത്ഥം സ്വർഗം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തവന് എന്നും ഒരു കുറ്റബോധം ഉണ്ടാവും. കാരണം അത് അവനെ അത് വീണ്ടും വീണ്ടും നരകത്തിലേക്ക് തള്ളിയിടും. ഇത് തന്നെയാണ്. അല്ലാതെ നരകം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമൊന്നുമില്ല. നമ്മുടെ മനസ്സ് തന്നെയാണ് സ്വർഗം, നമ്മുടെ മനസ്സ് തന്നെയാണ് നരകം. നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു ചെറിയ കാര്യം പോലും ചെയ്താൽ അത് നമ്മളെ വേട്ടയാടുകയും നമ്മൾ ശരിക്കും ഒരു നരകത്തിൽ തന്നെ നമുക്ക് ഇരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നിരന്തരം ആ ഒരു കാര്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. പിന്നെ അപ്പോൾ പറയുന്നു, ഈ യുദ്ധത്തിൽ അർജുനൻ പിന്തിരിയരുത് എന്ന് കൃഷ്ണൻ പറയുന്നു. യുദ്ധം നീ ചെയ്യുക തന്നെ വേണം എന്നിങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്ന ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. ഇത് നിൻ്റെ സ്വധർമ്മമാണ്. അപ്പോൾ വേറൊരു ചാപ്റ്ററിൽ ഇങ്ങനെ സ്വധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് 3ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് നീ ഓടിപ്പോയാൽ എന്താണ് സംഭവിക്കുക, അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അദചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. അപ്പോൾ ഒരു കൂടെ പറയാം. അദചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. അപ്പോൾ പറഞ്ഞാൽ ധർമ്മ്യം ഇമം സംഗ്രാമം. ഇനി ധർമ്മയുക്തമായ ഈ യുദ്ധം ത്വം ന കരിഷ്യസി ചെയ്ത്, അതായത് ത്വം എന്ന് പറയുമ്പോൾ നീ, ന കരിഷ്യസി, അപ്പോൾ കരിഷ്യസി ചെയ്യുക, ന കരിഷ്യസി ചെയ്തില്ലെങ്കിൽ, ചെയ്തെന്ന് പറഞ്ഞാൽ ഇഫ് എന്നുള്ള അർത്ഥമാണ്. തഥ സ്വധർമ്മം, അതുമൂലം സ്വധർമ്മവും കീർത്തിം ച ഹിത്വ, കീർത്തിയും കളഞ്ഞിട്ട് പാപം അവാപ്സ്യസി, നിനക്ക് പാപമായിരിക്കും നീ സമ്പാദിക്കുക. അവാപ്സ്യസി എന്ന് പറയാൻ നേടുക. അപ്പോൾ നീ പാപമായിരിക്കും നേടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ധർമ്മയുദ്ധത്തിൽ നിന്ന് നീ പിന്മാറുകയാണെങ്കിൽ അത് നിന്നെ സംബന്ധിച്ചിടത്തോളം സ്വധർമ്മം വെടിയുക എന്നുള്ളതിന് തുല്യമാണ്. പക്ഷേ നീ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു അമ്മയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, വീട്ടുകാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു റെസ്പോൺസിബിളായിട്ടുള്ളത് ഒരു കുടുംബത്തിലെ അമ്മ തന്നെയാണ്. അപ്പോൾ കുട്ടികളെ നോക്കുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു, അവരെ നല്ല രീതിയിൽ ജീവിക്കാൻ പ്രചോദനം നൽകണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ യുവാക്കളിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു കാരണം അമ്മമാർ അവർക്ക് കൊടുക്കുന്ന ഗൈഡൻസിൽ ഒരു ചെറിയ ഒരു കുറവ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും സഹായം തേടണം. എൻ്റെ കുട്ടിയെ അവൻ്റെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അവൻ ചെറുപ്പത്തിൽ കാണിക്കുന്ന പ്രയാസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ നിന്ന് അവനെ എങ്ങനെ നല്ലതായിട്ട് നയിക്കാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ചോറും പലഹാരങ്ങളും ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്നു, നമ്മൾ ആവശ്യമുള്ള പൈസയൊക്കെ ചിലവാക്കി വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നു. അതുമാത്രം പോരാ. കാരണം അത് അല്ല, നല്ല മനസ്സുണ്ടാക്കി കൊടുക്കുക, നല്ല ഒരു ജീവിതത്തിലേക്ക് അവനെ കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ ഒരുപാട് ധാർമ്മികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അതില്ലാത്തതാണ് ഇന്ന് നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിൽ യുവജനത നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് കാരണം അതാണ്. പിന്നെ നമ്മുടെ ഹിന്ദു ധർമ്മത്തെ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുന്നില്ല. അതിൽ ഓരോ കുട്ടിയും എങ്ങനെ മിടുക്കനായിട്ട് നല്ല ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഈ ലോകത്തിന് സ്വയം തന്നെ ഈ ലോകത്തിന് ഉപകാരിയായിട്ട് മാറാമെന്ന്
വളരെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കുകയും നമ്മുടെ കുട്ടികളിൽ അത് എത്തിക്കുകയും വേണം. കാരണം നമുക്ക് നമ്മുടെ കുട്ടികൾ നല്ലതാവുമ്പോഴല്ലേ നമുക്കൊരു സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ നല്ല ഒരു കുട്ടിയായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കണം. അതിനുള്ള ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് അനുഷ്ഠാനങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഈ ശാസ്ത്രങ്ങളെന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഭഗവത്ഗീതയൊക്കെ അതിൽ വരും. ഒരു ദിവസം ഒരു പേജ് ഭഗവത്ഗീത വായിച്ചാൽ പോലും ഒരു കുട്ടി മിടുക്കനായിട്ട് മാറും. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് നമ്മുടെ ശാസ്ത്രങ്ങളും നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും. പക്ഷെ നമ്മളത് അറിയാതെ പോവുകയും നമ്മുടെ കുട്ടികളെ നമ്മൾ ശരിക്കും ഗൈഡ് ചെയ്യാതെ നമ്മൾ വെറുതെ നമ്മൾ കുട്ടികളെ എന്താ പറയുക കുറേ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തത് കൊണ്ട് മാത്രം അവർ നല്ല ഒരു പൗരന്മാരാവുകയില്ല, നല്ല ഒരു മക്കളായിട്ട് നമുക്ക് തന്നെ അവരൊരു താങ്ങും തണലും ആവില്ല കുറേ കാലം കഴിയുമ്പോൾ. അപ്പം നമുക്ക് ചെയ്യേണ്ട ധർമ്മം അതാണ് സ്വധർമ്മം. അപ്പോൾ ഇവിടെ പറയുന്നു അതചേത് ത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം. അതുമൂലം സ്വധർമ്മവും കീർത്തിം ച ഹിത്വ കളഞ്ഞിട്ട്, കീർത്തിയും ച എന്ന് പറയുമ്പോൾ ആൻഡ് എന്ന് പറയുന്ന അർത്ഥമാണ്. കീർത്തിയും നീ കളഞ്ഞിട്ട് ഹിത്വ കളയുക, ഉപേക്ഷിക്കുക, പാപം അവാപ്സസി നീ പാപമായിരിക്കും സമ്പാദിക്കുക അർജുന എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതായത് നീ ഈ യുദ്ധത്തിൽ നിന്ന് എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഈ അർജുനൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് വയ്യ, ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല, എനിക്ക് അതിനുള്ള ധൈര്യമില്ല, എനിക്ക് മനോബലമില്ല. എന്നാൽ അർജുനൻ വില്ലാളി വീരനാണ്. അർജുനൻ അത്രയും കഴിവുള്ള ഒരാളാണ്. അപ്പോൾ അത് അധർമ്മമാണ്. ആ ഒഴിഞ്ഞുമാറൽ നല്ലതല്ല. അപ്പോൾ പറയണം അധർമ്മികളായ അക്രമികളാണ് എതിർപക്ഷത്ത് അണിനിരന്ന് നിൽക്കുന്നത്. അധർമ്മികളാണ് എതിർപക്ഷത്ത്, എന്നാൽ പോലും അവർ വധത്തിന് അർഹരാണ്. കൗരവപക്ഷം എന്ന് പറയുന്നത് അവർ വധത്തിന് അർഹരാണ്. അവരെ നിനക്ക് വധിക്കാം. കാരണം അവർ നമ്മൾ എപ്പോഴും ഒരു ദുഷ്ടരായിട്ടുള്ള ഒരു ആളുകൾക്കാണല്ലോ ഈ നാട് വധശിക്ഷയൊക്കെ കൊടുക്കുക. അതുപോലെ ഈ കൗരവർ അത്രയും ക്രൂരത ഉള്ളവരാണ്, അവരെ വധിക്കാം. അപ്പോൾ നിനക്ക് അവർ വധ്യരാണ്. അവരെ വധിച്ചതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറയുന്നു യുദ്ധക്കളത്തിൽ നീ വീരപരാക്രമങ്ങൾ കാണിച്ച് നല്ല രീതിയിൽ യുദ്ധം ചെയ്ത് വിജയശ്രീലാളിതനായിട്ട് നീ വരണം. അതുകൊണ്ട് നീ നിൻ്റെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റിയിട്ട്, വാസനകളെന്ന് പറയും, ആ വാസനകളാണ് നമ്മളെ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. അത് പൂർവ്വജന്മത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഈ വാസനകൾ. അപ്പോൾ നമുക്ക് ഒരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആരോ ഉള്ളിലിരുന്ന് പറയുന്നതാണ് ഈ വാസനകൾ. അപ്പോൾ പറയണം ആ വാസനകളെല്ലാം നീ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ആ മനസ്സിനെ സ്വസ്ഥമാക്കിയിട്ട് വിവേകത്തോടു കൂടി അർജുന നീ ഈ യുദ്ധം ചെയ്യൂ. അപ്പോൾ മനസ്സിൻ്റെ ആ കാലുഷ്യം അതിനെയാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ശാസ്ത്രത്തിൽ പാപം പുണ്യം എന്ന് പറഞ്ഞാൽ അത് രണ്ടും മനസ്സിൻ്റെ അവസ്ഥയാണ്. മനസ്സിലെ കലുഷിത ചിന്തകൾ അല്ലെങ്കിൽ ചീത്ത ചിന്തകൾ അതാണ് പാപം. അപ്പോൾ അതുള്ളവരൊക്കെ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ചിന്തകളെല്ലാം മാറ്റിവെക്കുന്നവരാണ് സ്വർഗത്തിൽ ഇരിക്കുന്നത് എന്നും കൂടെ ഒരു ഉപദേശം കൊടുക്കുന്നു. അതുകൊണ്ട് സ്വധർമ്മം ചെയ്യുക അർജുന. നമ്മളെല്ലാവരും സ്വധർമ്മം ചെയ്യേണ്ടവരാണ്. നമുക്കൊക്കെ നമ്മളെല്ലാം ഒരു പ്രത്യേക കാര്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ ശ്ലോകങ്ങൾ ചൊല്ലാം. ശ്ലോകം 32, 33 സാഖ്യയോഗം ചാപ്റ്റർ 2 ഭഗവത്ഗീത. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം അതചേത്ത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി.
ഓം തത്സത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. ഹരി ഓം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.